ഇപ്പോഴീ ആന എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെ 6 മണിയോടെ ജനവാസ മേഖലയിൽ കണ്ട കാട്ടാന നിലവിൽ കഴിഞ്ഞ 4 മണിക്കൂറായി മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വയലിലാണുള്ളത്. ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ മാനന്തവാടി നഗരവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജും ഈ തൊട്ടടുത്ത് ജനവാസ മേഖലയെല്ലാം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കാൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മയക്കുവെടി ഏറ്റാൽ ഈ ആന വിഭ്രാന്തിയിൽ പരക്കം പായാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ മുഴുവൻ മാറ്റിയിട്ടായിരിക്കും അത്തരം ഒരു ഓപ്പറേഷന് വനം വകുപ്പ് മുതിരുക. എന്തായാലും അക്രമ സ്വഭാവം ഉണ്ടെന്ന് കാണിക്കാതെയാണ് നിലവിൽ ഈ കാട്ടാന നിലവിൽ ഈ മേഖലയിൽ തുടരുന്നത്. എന്തായാലും നിലവിൽ ഈ കാട്ടാന ഈ വയലിൽ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട്. ഈ ചുറ്റുപാടും കുന്നാണ്, അതിന് താഴെയുള്ള വയലിലാണ് ഈ ആനയുള്ളത്. മയക്കുവെടി വെക്കാനും അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥലത്താണ് നിലവിൽ ഈ കാട്ടാനയുള്ളത്. ആവശ്യമായിട്ടുള്ള സജ്ജീകരണം എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ മുത്തങ്ങിയിൽ നിന്നും കുങ്കി ആനയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കർണാടകയിലേക്ക് ഇതിനെ പിടികൂടിയ ശേഷം കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഈ കർണാടക വനംവകുപ്പിന്റെ സഹായം തേടുമെന്നും ഈ വനംവകുപ്പ് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു. ഉത്തരമേഖല CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ കാട്ടാന മറ്റു സ്ഥലത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് നിലവിൽ വനംവകുപ്പും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് നിലവിൽ കടക്കുന്നത്. ജിൻസ്, എത്ര മണിയോടുകൂടി ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് ഏകദേശ ധാരണയുണ്ടോ? കാരണം ഉച്ചയായി സമയം, വൈകിട്ട് ഇരുട്ടായാൽ പിന്നീട് ഇത്തരം ഉദ്യമങ്ങൾ ഒക്കെ വിജയിക്കുന്നത് പ്രയാസകരമാണല്ലോ. തീർച്ചയായും ഇതിനെ ഉടൻ തന്നെ പിടികൂടാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ആക്കി കഴിഞ്ഞു. നിലവിൽ മുത്തങ്ങിയിൽ നിന്നും കുങ്കി ആനയും ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവയെ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എന്തായാലും കടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ പിടികൂടിയാൽ ഉടനെ തന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ രാവിലെ മുതൽ ഈ വാർത്ത നൽകുമ്പോൾ പലർക്കും പുതിയ അനുഭവമാണ്. ഇങ്ങനെ ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുക, അതോടൊപ്പം അവരെ നിയന്ത്രിക്കുക, അതിനുശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. നാട്ടുകാർ പൂർണ്ണമായും ഇപ്പോൾ ഇതിനോട് സഹകരിക്കുന്ന ഒരു സമീപനമാണോ ഉള്ളത്? നിലവിൽ ഈ കാട്ടാനയെ കാണുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനും വലിയ രീതിയിലുള്ള ഇതിനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഓപ്പറേഷന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജനങ്ങളോട് കൃത്യമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നതിനോ ഈ സ്ഥലങ്ങളിലേക്ക് മറ്റ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം ഈ നേരത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഈ പ്രദേശത്ത് ജനങ്ങളോട് ഈ ആനയെ പിന്തുടരാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്ന് കർശനമായി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ജിൻസ, ഒരുപക്ഷെ ഈ പ്രദേശവാസികൾക്ക് ഇത് വളരെ പെട്ടെന്ന് അനുസരിക്കാൻ സാധിക്കും, അവരുടെ പ്രദേശമായതുകൊണ്ട്. പക്ഷെ ഈ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇപ്പോഴും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കാട്ടാന ഈ സ്ഥലത്ത് തമ്പടിച്ചത് മുതൽ ഈ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഈ കാട്ടാനയെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി ആളുകൾ എത്തുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രദേശത്ത് നിന്നും ആന മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ നേരത്തെ 4 മണിക്കൂറോളം ഈ വയലിലായിരുന്നു ഈ ആന തമ്പടിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അഭിലാഷ്, അതോടൊപ്പം